നമസ്കാരം, ഞാൻ ഡോക്ടർ പ്രസീന അതുൽ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അലർജിയെക്കുറിച്ചാണ്. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഒരുപാട് പേർ സഫർ ചെയ്യുന്ന ഒരു അസുഖമാണ് അലർജി. എന്താണ് അലർജി? അതായത് നമ്മുടെ തന്നെ ഇമ്മ്യൂൺ സിസ്റ്റം ഏതെങ്കിലും ഒരു ഫോറിൻ സബ്സ്റ്റൻസിനോട് കൂടുതലായി റിയാക്ട് ചെയ്യുന്നതാണ് അലർജി. ഈ അലർജി ഉണ്ടാവാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അലർജിയുടെ പ്രധാനപ്പെട്ട കാരണം പൊടി തന്നെയാണ്. കൂടാതെ പുക, മൃഗങ്ങളുടെ രോമങ്ങൾ, പിന്നെ പൂക്കളുടെയും മറ്റും പൊള്ളൻസ് തുടങ്ങിയവ അലർജിക്ക് കാരണമാണ്. ഇനി അലർജിയുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യമായി അലർജിയുള്ളവർക്ക് ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന പ്രശ്നമാണ് തുമ്മൽ. പിന്നെ തൊണ്ടവേദന, വരണ്ട ചുമ, മൂക്കൊലിപ്പ്, കണ്ണുചൊറിച്ചിൽ, ശരീരത്തിൽ ചൊറിഞ്ഞു തിണർക്കുക തുടങ്ങിയവയും കണ്ടുവരുന്നുണ്ട്. ഇനി ഈ അലർജി കുറയ്ക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാമെന്ന് നോക്കാം. ആദ്യമായി ഡസ്റ്റ് എക്സ്പോഷർ കുറയ്ക്കുക. അതായത് പൊടിയിൽ ജോലി ചെയ്യുന്നവരാണെങ്കിൽ ഒരു മാസ്ക് ഉപയോഗിക്കുക. പൊടിയോടുള്ള എക്സ്പോഷർ കുറയ്ക്കുക. വീട് എപ്പോഴും ക്ലീൻ ആക്കി വയ്ക്കുക. ഇനി വീട് ക്ലീൻ ആക്കി വച്ചാലും നമ്മൾ കാണാത്ത രീതിയിൽ ജനലിലും മറ്റും പൊടി അടിഞ്ഞിരിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ പറ്റുമെങ്കിൽ ഒരു വാക്വം ക്ലീനർ ഉപയോഗിച്ച് പൊടി വലിച്ചെടുക്കാൻ ശ്രമിക്കുക. പകൽ സമയങ്ങൾ വീട്ടിനുള്ളിൽ എയർ സർക്കുലേഷൻ കൂടാനായി ജനലും വാതിലും തുറന്നിടുക. ഇനി പില്ലോ കവർ, ബെഡ്ഷീറ്റ് തുടങ്ങിയവ ആഴ്ചയിൽ ഒരു തവണയെങ്കിലും മാറ്റേണ്ടതാണ്. കാരണം ഈ പില്ലോ കവറിലും ബെഡ്ഷീറ്റിലും നമ്മൾ കാണാൻ കഴിയാത്ത രീതിയിൽ വളരെയധികം ചെറിയ പൊടിയും രോമങ്ങളും തങ്ങി നിൽക്കാൻ സാധ്യതയുണ്ട്. ഇനി കുട്ടികളുള്ള വീടാണെങ്കിൽ അവരുടെ കളിപ്പാട്ടങ്ങളിൽ, അതായത് ടെഡി ബിയർ തുടങ്ങിയ കളിപ്പാട്ടങ്ങളിൽ പൊടി തങ്ങി നിൽക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കളിപ്പാട്ടങ്ങൾ ഇടയ്ക്ക് കഴുകി ഉണക്കി വയ്ക്കുക. അതല്ലെങ്കിൽ കുട്ടികൾക്ക് കഴുകി ഉപയോഗിക്കാൻ പറ്റുന്ന ടോയ്സ് വാങ്ങിക്കൊടുക്കുക. ഇനി നിലത്ത് കാർപ്പറ്റ് ഉപയോഗിച്ച വീടാണെങ്കിൽ ഈ കാർപ്പറ്റ് ഒഴിവാക്കാൻ ശ്രമിക്കുക. ഇനി കാർപ്പറ്റ് ഒഴിവാക്കുന്നില്ലെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ കാർപ്പറ്റ് ഒരു വാക്വം ക്ലീനർ ഉപയോഗിച്ച് പൊടി നന്നായി വലിച്ചെടുക്കേണ്ടതാണ്. അടുത്തതായി വീടിനകത്ത് പുക തങ്ങി നിൽക്കാതെ ശ്രദ്ധിക്കുക. ഇനി വളർത്തുമൃഗങ്ങൾ ഉള്ള വീടാണെങ്കിൽ ഈ വളർത്തുമൃഗങ്ങളുടെ രോമം വീടിനകത്തും ബെഡ്ഷീറ്റിൽ തുടങ്ങിയവയിൽ തങ്ങി നിൽക്കും. അപ്പോൾ ഈ വളർത്തുമൃഗങ്ങൾ ഉള്ള വീടാണെങ്കിൽ നിങ്ങൾ വീട്ടിനകത്ത് ഒരു എയർ ഫിൽട്ടർ ഉപയോഗിക്കുന്നത് നന്നായിരിക്കും. അതല്ലെങ്കിൽ ഈ വളർത്തുമൃഗങ്ങളുടെ രോമം ബെഡിലും മറ്റുമുള്ളത് നിങ്ങൾ വളരെ കൃത്യമായി ക്ലീൻ ചെയ്യേണ്ടതാണ്. ഇത്രയൊക്കെ ശ്രദ്ധിച്ചാൽ തന്നെ ഒരു പരിധിവരെ അലർജി നിങ്ങൾക്ക് കുറയ്ക്കാവുന്നതാണ്. ഇതുകൂടാതെ ഹോമിയോപ്പതിയിൽ അലർജിക്ക് വളരെ ഫലപ്രദമായ ട്രീറ്റ്മെൻറ്റ് ഉണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നന്ദി.